അപ്പൊ എനിക്ക് ബാബു ഇതിന്റെ അടുത്ത് മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ അറിയാത്തൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ഹോളിഡേഴ്സും ലീഡറും മാത്രമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗിലെ പുതിയൊരു അജണ്ട അനുസരിച്ച് മെമ്പേഴ്സ് ആയിട്ടുള്ളവര് പെണ്ണുങ്ങളുമായിട്ട് അധികമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്യാവശ്യ ഘട്ടത്തിൽ അധികം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഗ്യാങ്ങിൽ നിന്ന് മനസ്സിലായില്ലേ, മൊത്തത്തില് അവർക്ക് ഒരു സസ്പെൻഷൻ ആണ് ഇപ്പോഴത്തേക്ക് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അല്ല അത് ചോദിച്ചപ്പോഴത്തേക്ക് ബാക്കി മെജോറിറ്റി വോട്ടിംഗ് വെച്ചാ എടുത്തത്. നമ്മള് 4 ഉണ്ടായിരുന്നല്ലോ, ഞാന്, രായൻ, വാസു, ചന്ദ്രൻ, 4 പേര്. ഞാന്, രായൻ, വാസു, ചന്ദ്രൻ, 4 പേര് കൂടെയാണ്. രായനും ചന്ദ്രനും വാസുവും ഇതിനെ സപ്പോർട്ട് ചെയ്താണ് വോട്ട് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ട് സസ്പെൻഷൻ കൊടുക്കണമെന്നുള്ളത്. ഞാൻ പിന്നെ നിന്റെ കാര്യം ആലോചിച്ചിട്ട് സസ്പെൻഷൻ കൊടുക്കേണ്ടത് പറഞ്ഞു. പക്ഷെ 3 വോട്ട് അപ്പോഴും അവര് 3 പേര് 3 വോട്ട് അപ്പൊ അവര് കൊടുത്ത് 1 വോട്ട് ഞാൻ തിരിച്ചും കൊടുത്തു. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഞാൻ എങ്ങനെയും ഒന്ന് നിന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഗാർഡിയനായ ഗുലാനും കൂടി ഒരു ചാൻസ് കൊടുക്കാം, അവന്റെ ഒരു ഓപ്ഷൻ ഒരുത്തോട് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരതുകൂടി കൺസിഡർ ചെയ്ത്. അപ്പൊ ഗുലാനും ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എന്റെ കൂടെ നിന്ന്. അപ്പം പറഞ്ഞു ഗുലാനും പറഞ്ഞ് സസ്പെൻഷൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും 3 വോട്ട് അവിടെ അവര് സസ്പെൻഷൻ കൊടുക്കണമെന്നുള്ളതാണല്ലോ വന്നത്. അപ്പം 2 വോട്ടേ വന്നുള്ളൂ. അപ്പൊ അവര് അതുകൊണ്ട് അവര് പറഞ്ഞു ഇത് എന്തായാലും വേറെ വഴിയില്ല, ഇങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. എടാ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. മെമ്പേഴ്സ് ആണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഇവിടെ. അപ്പൊ ബാക്കിയുള്ളവന്മാരെ കാണിക്കുന്നതിന് അഫക്ട് ചെയ്യുന്നത് നിനക്കും കൂടി ഒക്കെയാണ് ബാബു, മനസ്സിലായില്ലേ? ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതല്ല മെമ്പർ അല്ലടാ, അതില് നമുക്ക് ഒഫീഷ്യൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലായില്ലേ? ഒഫീഷ്യലി അത് എന്താണ് കൊടുത്തിരിക്കുന്നത് അതേ ചെയ്യാൻ പറ്റും. അതൊന്നും ഇനി നടക്കൂല. കാരണം ഇനിയിപ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ഇനി വീണ്ടും ഒരു മീറ്റിംഗ് ഉടനെ കാണത്തില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് കാണത്തുള്ളൂ. മേജർ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ ഇനി അതിലേ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? ഇതാണ് ഫൈനൽ ഡെസിഷൻ അയക്കുന്നത്. അപ്പം എന്തായാലും എനിക്കറിയാം നിനക്ക് നമ്മളുടെ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇനി ഏത് പെണ്ണും ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ അതേസമയം നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പെണ്ണു മനസ്സിലാവുന്നുണ്ട് എനിക്ക്. 3000 എന്ന് പറയുന്ന ആരുടെ നമ്പറാണ്? ഹലോ, ലൊക്കേഷൻ അയക്കോ? ഒരേടിയാണ് വിളിച്ചത്. 3 പിള്ളേരാ. കെവിൻ ഹലോ അണ്ണാ, ലൊക്കേഷൻ അയക്കോ? ആ ചെവിയുടെ അടുത്ത മൈക്ക് ഇത്തിരി മാറ്റുക, മൈക്ക് ഇത്തിരി പയ്യെ സംസാരിക്കുവോ? വരുന്നു മെറ്റി അടിച്ച് ഇവനെ വണ്ടി ഓടിച്ച് ഞാനല്ല. എങ്ങനെ കറക്റ്റ് എത്തിച്ചേ? നീ ഇങ്ങനെ ആയി പോയോണ്ടാ നിന്റെ അനി ഇങ്ങനെ ആയി പോയത്. അവന്റെ കൂടെ കുറ്റം എന്റെ തലയിൽ കയറ്റി വെക്കരുത്. അല്ല ഇതെല്ലാം ഒരു കൊലയിലുള്ളതല്ലേ, ഇങ്ങനെ വരൂ. ഇതെല്ലാം ഇയർ ക്യാൻസർ ഉണ്ടാക്കുന്ന മൈനുകളാണ്. ഞാനല്ല. എന്താ പ്രശ്നം അതിന്റെ? അപ്പൊ ഗുലാരെ അടുത്ത വിളിക്കുന്നു ഫ്ലഫി. വണ്ടിയുടെ കൂടെ റിപ്പയർ ഷോപ്പ് മറ്റേ സുമതി വളവിന്റെ അടുത്ത്. ഹലോ ഗുലാനെ എവിടെ വിളിച്ചോണ്ട് പോണത്? എടാ ഗുലാരെ, ഞാനേ മറ്റേ മീറ്റിങ്ങിന്റെ കാര്യം പറയായിരുന്നു. നമ്മള് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ മീറ്റിംഗ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെമ്പേഴ്സ് ആയിട്ടുള്ളവര് സിംഗിൾസ് ആയിട്ട് നടന്നില്ല. ഇനി പെണ്ണ് ഞാൻ പറയട്ടെ ഒന്ന്, അതല്ല. അപ്പം നമ്മള് ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് ഞാനും നീ മാത്രം പെണ്ണുണ്ടെങ്കിലും സീനില്ല, അവരുടെ മെമ്പർ ആണേലും അവര് സ്നേഹിച്ചോട്ടെ എന്നുള്ള രീതിയിലേ പറഞ്ഞു. അവന്റെ അടുത്ത് പിന്നെ പറയണ്ടേ? പിന്നെന്തിനാണ് പറയേണ്ടത്?
നിനക്ക് കാര്യം അണ്ണൻ പറഞ്ഞപ്പോഴേ ഇത് അല്ല ഞാൻ ഒരു സത്യം പറയട്ടെ. അണ്ണൻ പറഞ്ഞപ്പോഴേ അത് എനിക്ക് 100% വിശ്വാസം. അണ്ണൻ വീണ്ടും ഫുൾ സ്റ്റോറി പോലെ അവന്റെ അടുത്ത് പറഞ്ഞത് എന്നെ ഓക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്തു. അതെനിക്ക് വേണ്ട. അണ്ണൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. എടാ ഞാൻ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ കോലീഡർ ആയിട്ട് ഞാൻ അങ്ങോട്ട് മാറിക്കാം കൊണ്ടേ. അയ്യോ ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. അണ്ണൻ അല്ല അല്ല നീ മറ്റേ അണ്ടി കോലീഡർ ആ. പക്ഷെ എന്തൊരു അണ്ടിക്ലേർഡ് കോലീഡർ എന്നും പറഞ്ഞു നടാ പിന്നെ ഇനിയിപ്പോ. എനിക്ക് വേണേ എനിക്ക് കോഹ്ലി അവിടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ലീഡറായ മതി. എടാടാ മൈക്ക് ഒത്തിരി സൗണ്ട് പറ. അതിന്റെ ശബ്ദം എന്റെ ചെവി കൂടി കയറി പോണു ഇപ്പുറത്ത്. R34 മുണ്ടച്ചികളെ കൊണ്ട് വലിയ ശല്യം തന്നെയല്ലേ മൊത്തം. എല്ലാം ഈ മൈക്ക് ബൂസ്റ്റിംഗ് തന്നെ. സത്യം രക്തത്തിൽ കലർത്തി. ഞാൻ മെതുവാ സംസാരിക്കാൻ. പറയുമ്പോൾ ഞാൻ അപ്പൊ അത് മെമ്പറിന്റെ എഫക്റ്റീവ് ഇല്ലല്ലോ. അണ്ണൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്താണ് അൺഡിക്ലെയർഡ് ഇല്ല. അപ്പൊ മെമ്പറിന്റെ സീൻ എനിക്ക് വരച്ചില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് മാറ്റാനെന്നാണ് പറഞ്ഞത്. കോഹ്ലിയുടേതായിട്ട് നീ കയറാന്നാണ് പറഞ്ഞത്. ഇതാ ബാബു, നിനക്ക് വാസുവിന്റെ സ്വഭാവം അറിയാല്ലേ, നടക്കൂല. ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനല്ല ഇവിടത്തെ പ്രശ്നക്കാരൻ. എനിക്കൊരു സീനും ഇല്ല. പക്ഷെ വാസുവിനാണ് സീനുള്ളത്. അപ്പം എനിക്ക് നമ്മളെ ഗ്യാങ്ങിന് ഓർമ്മയില്ല. ഈ ആര്യയുടെ കേസില് ഇതുപോലെ എന്റെ അടുത്ത് പറഞ്ഞ് ചന്ദ്രന്റെ സ്കില്ലൊക്കെ കുറഞ്ഞു വരണേ, നീ കുറച്ചുകൂടെ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പെണ്ണിന്റെ കേസൊക്കെ ഒതുക്കി വിട്ട് നിൽക്കുവാണെങ്കിൽ നിന്നെ ഞാൻ കോഹ്ലിഡറാക്കാൻ. തൽക്കാലം നീ അൺഡിക്ലേർഡ് കോഹ്ലിഡറായിട്ട് ഇരുന്നൊന്നും അല്ല അതല്ല എനിക്ക് താല്പര്യം ഇല്ല. പക്ഷെ മള്ളി പറഞ്ഞു എന്റെ അടുത്ത് ഒരു ഉത്തരവാദിത്തം മുരളി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഞാൻ ഏക്കുമെന്ന് അറിയാലോ. അപ്പൊ നീ അത് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ആദ്യം തേച്ച്. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇതും കൂടി അതേവരെ മറന്നേരെ. ഇത് മറക്കാൻ ഞാൻ ഓർത്തിട്ടില്ലേ പ്രശ്നമില്ല. അപ്പൊ പിന്നെ മറക്കേണ്ട ആവശ്യമില്ല. ഈസി. ഞാൻ കാര്യം പറയട്ടെ, അണ്ണന് പെണ്ണുണ്ടായിട്ട് എനിക്ക് പെണ്ണുള്ളൂ അണ്ണ. അപ്പൊ എന്റെ കൂടെ നിൽക്കൂല. ഇല്ല അങ്ങനെയല്ല, മെമ്പേഴ്സിന് പറ്റത്തില്ല എന്ന് പറയുന്നത് എന്റെ പെണ്ണിന്റെ കാര്യമായിട്ട് ബന്ധം. എനിക്ക് പെണ്ണ് വേണ്ട, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് പെണ്ണുണ്ടായാലും ഇല്ലല്ലോ രണ്ടാമത്തെ കാര്യം. ലീഡേഴ്സിന് പെണ്ണാവും, മെമ്പേഴ്സിന് പറ്റൂലെന്ന്. അത് ബുള്ളറ്റ് കാര്യം ചോദിക്കട്ടെ. എത്ര ദിവസമായി സിറ്റി വന്നിട്ട്? എത്ര ദിവസമായി? 2 ദിവസമോ? കൂടുതൽ നിന്റെ പേര് ബുള്ളറ്റ് പേരുള്ള ഒരു ഹെലി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഓടിച്ച് നടന്നാ മതി കേട്ടാ. ആവശ്യമില്ലാതെ കാര്യത്തിൽ ഇടപെടണ്ട. അപ്പം എന്താണ് ഉപകാരം ഇല്ലാത്ത നോക്കിയത് നിനക്ക്? കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മര്യാദ സംസാരിക്കണ കേട്ടോ ഫ്ലഫി. വെറുതെ അല്ലടാ നിന്നെ പ്രായത്തിന്റെ ഒരു ബഹുമാനം കാണിക്കണം കേട്ടോ ഫ്ലഫി. പ്രായത്തിന്റെ അപ്പൊ പിന്നെ കേട്ടെടുത്ത കുഴപ്പമില്ല. എനിക്ക് പ്രായം. ഓ ടൈമിങ് ചാടി ഒരൊറ്റ ചവിട്ട് വരുമെന്ന് പറയാൻ വന്നതാണ്. ഹലോ, കാര്യം മനസ്സിലായോ ബാബു? ഇത് അണ്ണ നമുക്ക് ഇത്രയും പേർക്ക് വേണ്ടി അണ്ണൻ മുരളിയോട് സംസാരിച്ചത് ശരിയാക്കി തരണ. എടാ എനിക്ക് സംസാരിക്കാൻ നീ പറ. ഗുലാന്റെ കാര്യം തന്നെ അവിടെ ആടിയപ്പെട്ട പാടെ എനിക്കറിയാം. ഒന്ന് വോട്ട് ഇത് മാത്രം ഞാൻ പറഞ്ഞോണ്ടാണ് അവൻ പോലും സമ്മതിച്ചത്. ബാബു നീ അങ്ങ് മറന്നോടാ ഒരു ഗ്യാങ്ങിന് വേണ്ടിട്ട്. നിന്നെ കോഹ്ലിഡറാക്കാം ബുള്ളറ്റെ, നിന്നെ കോഹ്ലിഡറാക്കാം. അയ്യോ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. 2 ദിവസം വരുന്ന നിനക്ക് മറ്റേ മാസ്റ്റർ കോഹ്ലിഡർ തരാം. എനിക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവൂല. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. കമ്പനി കളയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഗ്യാങ്ങിന് വേണ്ടിട്ട് കളയാൻ പറഞ്ഞാൽ കളയണം ബാബു, വേറെ വഴിയില്ല. അത് നിക്കർ വരെ കയറിയിരിക്കുന്നു, നീ കഷ്ടം മാത്രമേ കണ്ടോളൂ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, എത്ര ഉള്ളൂ. ഇത് എല്ലാവർക്കും ബാധകം കേട്ടാ, ബാബുവിന് മാത്രമല്ല
എല്ലാവർക്കും കെവിനും അണ്ണാ, ബുള്ളറ്റിന് എല്ലാവർക്കും അണ്ണാ, സ്റ്റീവിനെ ഈ ഇടയ്ക്കാണ് എല്ലാം തിരിച്ച് സെറ്റ് ചെയ്തേ. അണ്ണാ സൈഡ് ചിക്ക് പറ്റുമോ അണ്ണാ സൈഡ് ചിക്ക് ഓ സൈഡ് ചെക്ക് പറ്റും R34 പോയിട്ട് ചെക്ക് ചെയ്തോ ചിക്കോ ചെക്ക്. അല്ല ഇത് എന്താണ് ഇതിന് അടുത്തടി പോലെ ചെയ്തോ? ഫ്രണ്ട്സ് വിത്തൗട്ട് ബെനിഫിറ്റ് വേണ്ടാന്നാണോ വെട്ടുന്നുണ്ടാന്നാണോ അതൊക്കെ അത്ര ഉള്ളതാണോ വിഷയം അതാണ് അപ്പൊ മെമ്പേഴ്സിന് ആർക്കാ പേര്